ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ നമ്മൾ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് റഷ്യയുടെ ആ ഒരു പവർ റഷ്യ ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. അതേസമയം യുക്രൈൻ റഷ്യയെ നിരന്തരം ആക്രമിച്ച് റഷ്യയെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യ അവരുടെ ഒരു സംഹാര താണ്ഡവം യുക്രൈന് മുന്നിൽ ആടി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അവിടെ യുക്രൈന് മുന്നിലാണ് അത് റഷ്യ തങ്ങളുടെ മൈറ്റി പവർ പുറത്തെടുത്തതെങ്കിലും അടി കിട്ടിയത് മുഴുവൻ നാറ്റോയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളും ജാഗ്രത നിർദ്ദേശം ഉടനെ തന്നെ പുറപ്പെടുവിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ യുദ്ധത്തിൽ ഇപ്പോ യുക്രൈൻ തലസ്ഥാനമായിട്ടുള്ള കീവിൽ റഷ്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് റഷ്യ കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയത്. റഷ്യൻ സൈന്യം കീവിനെ ലക്ഷ്യമാക്കി ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഒരേ സമയം വിക്ഷേപിച്ചത്. ഇപ്പുറത്തു നിന്നും യുക്രൈൻ ഡ്രോണുകളാണ് ഇങ്ങോട്ട് വിക്ഷേപിക്കുന്നതെങ്കിൽ റഷ്യ ബാലിസ്റ്റിക് മിസൈലുകളാണ് അങ്ങോട്ടേക്ക് വിക്ഷേപിച്ചിരിക്കുന്നത്. ആക്രമണം യുക്രൈനിലുടനീളം ഞെട്ടൽ തരംഗങ്ങൾ ഉണ്ടാക്കി എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം അയൽരാജ്യമായിട്ടുള്ള പോളണ്ട് ഉടനെ തന്നെ അതിർത്തിയിൽ ജാഗ്രത പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാത്രി വൈകിയാണ് റഷ്യൻ മിസൈൽ ആക്രമണം ഉണ്ടായത്. നഗരത്തിലുടനീളം വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങി ആളുകൾ ഓടി ബങ്കറിൽ ഒളിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിച്ചു. ആയിരക്കണക്കിന് പൗരന്മാരാണ് ജീവൻ രക്ഷിക്കാനായിട്ട് അർദ്ധരാത്രിയിൽ മെട്രോ സ്റ്റേഷനുകളിലേക്കും ഭൂഗർഭ ബങ്കറുകളിലേക്കും പലായനം ചെയ്യാൻ നിർബന്ധിതരായത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള മിസൈലുകളുടെയും ട്രേസർ ഫയറിന്റെയും വെളിച്ചത്താൽ മുഴുവൻ ആകാശവും പ്രകാശിച്ചു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിന് പിന്നാലെ റഷ്യ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഹോട്ടലുകളും റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ പലതും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മാധ്യമങ്ങൾ പലരും ആശ്രയിക്കുന്നത് റഷ്യയുടെയും യുക്രൈന്റെയും ആ ഒരു മാധ്യമങ്ങൾ തന്നെയാണ്. കാരണം അവിടെ പോയിട്ട് ആരും അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പോരാത്ത കഴിഞ്ഞ് യൂട്യൂബ് വലിയ രീതിയിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം റഷ്യയിൽ യൂട്യൂബ് ബഫറൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്, വേഗത കുറച്ചിട്ടിരിക്കുകയാണ്. അതിന്റെ ചൊരുക്ക് യൂട്യൂബിനുണ്ട്. ലോകരാജ്യങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ പക്ഷത്തല്ലെങ്കിൽ പോലും ഈ യുദ്ധത്തിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ ഇവിടെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അവരുടെ ഹോട്ടലുകൾ, അവരുടെ കെട്ടിടങ്ങൾ, സിവിലിയൻസിന്റെ മണ്ടയ്ക്ക് ബോംബിടാനുള്ള ശ്രമം, അതിനു മുമ്പേ അവർ ഓടി രക്ഷപ്പെട്ടു. ആംബുലൻസ് സ്റ്റേഷൻ എന്നിവ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ആക്രമിച്ച് തരിപ്പണമാക്കിയിട്ടുണ്ടെന്നുള്ള വാർത്ത പുറത്തുവന്നു. ഇതേ തുടർന്ന് പ്രസിഡന്റ് സെലൻസ്കി അയാളുടെ വിദേശ യാത്ര വെട്ടിക്കുറച്ചു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതേസമയം പടിഞ്ഞാറൻ യുക്രൈന്റെ അതിർത്തിക്കടുത്ത് റഷ്യ നടത്തിയ മിസൈൽ ആക്രമണം നാറ്റോ അംഗരാജ്യമായിട്ടുള്ള പോളണ്ടിൽ വലിയ പരിഭ്രാന്തിയാണ് പരത്തിയിരിക്കുന്നത്. റഷ്യൻ മിസൈലുകൾ അബദ്ധത്തിൽ അതിർത്തിയിൽ പ്രവേശിക്കുന്നത് പോലും തടയാനാണ് പോളണ്ട് അവരുടെ ആ ഒരു അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം പാലിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അബദ്ധത്തിൽ അങ്ങനെ റഷ്യൻ മിസൈൽ പോളണ്ടിനകത്തേക്ക് കയറും? അബദ്ധത്തിൽ അങ്ങനെ കയറാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കയറുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് മാത്രമേ. ഈ ഇടയ്ക്ക് റൊമാനിയയിലേക്ക് റഷ്യയുടെ വ്യോമാതിർത്തി ഭേദിച്ച് റഷ്യയുടെ ഒരു മിസൈലും ഒരു ജെറ്റും അകത്തേക്ക് കയറി അവിടെ അഭ്യാസം കാണിച്ചിട്ട് വന്ന വാർത്ത നമുക്കറിയാം. അത് അബദ്ധത്തിൽ കയറിയതാണ് എന്നാണ് റഷ്യ പറയുന്നതെങ്കിൽ റൊമേനിയ പറയുന്നു അങ്ങനെയല്ല. അപ്പൊ പോളണ്ടും ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു, നാറ്റോ രാജ്യങ്ങൾ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. റഷ്യയെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇതിന് ഒരു സമാധാനം, നമ്മൾ ഈ ഇറാൻ അമേരിക്ക വാർത്തയ്ക്ക് നമ്മൾ സമാധാനം പറയുമല്ലോ, ഇതിനൊരു സമാധാനം ഇല്ല എന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇനി അടുത്ത നീക്കം എന്തായിരിക്കും? അമേരിക്ക ഇതിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ? റഷ്യ ആണവായുധം പ്രയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? കാരണം അവരുടെ 30 വർഷത്തിന് ശേഷം അവരുടെ ആണവ കപ്പൽ അവർ നീറ്റിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അത് നാറ്റോ രാജ്യങ്ങൾക്ക് മുഴുവൻ ഭീഷണിയാണെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതാണ്. അപ് ടു യു. റഷ്യക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പണ്ട് ഒരു അസർബൈജാന്റെ യാത്രാ വിമാനം റഷ്യ അബദ്ധത്തിൽ അടിച്ചിട്ടായിരുന്നു. മാപ്പൊന്നും പറഞ്ഞില്ല റഷ്യ. അസർബൈജാൻ പറഞ്ഞു മാപ്പ് പറയണത്, മാപ്പ് പറഞ്ഞില്ല. അവര് പറഞ്ഞു പറ്റിപ്പോയി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. യാത്രാ വിമാനമൊക്കെ ഒരു മിസൈൽ ഉപയോഗിച്ച് അങ്ങനെ സാധാരണ ലോകത്ത് ആരും ഒരു രാജ്യം ആക്രമിക്കാറില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന രാജ്യമാണ്. ഇടയ്ക്ക് വിട്ടായിരുന്നു ഈ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിനു ശേഷം പോളണ്ടിലേക്ക് ഡ്രോണുകളൊക്കെ, പോളണ്ടിലേക്ക് മാത്രമല്ല മറ്റു ചില രാജ്യങ്ങളിലേക്കൊക്കെ അവർ വിട്ടിരുന്നു, അതിന് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ. ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കാര്യം പറയാനുള്ളത്, ധനുഷ് ആദ്യം സൂചിപ്പിച്ച വളരെ ശരിയാണ്. ഈ ഇറാൻ യുദ്ധമായാലും റഷ്യൻ യുദ്ധമായാലും യൂട്യൂബ് അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് നമുക്ക് വലിയ റീച്ച് ഒന്നും തരാറില്ല. മിക്കവാറും അത് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് ഒരിക്കലും വിടാറില്ല. കാരണം അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് അത് വിരുദ്ധമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ വാർത്തകൾ എടുത്ത് പ്രേക്ഷകർക്ക് നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാധ്യമ ധർമ്മമാണ് എന്ന് കരുതുന്നു. കാരണം ഒരു നാഷണൽ ഇന്റർനാഷണൽ വാർത്തകൾ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ട് ആ വാർത്തകൾ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളത് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ കിട്ടിയില്ലെങ്കിലും പ്രേക്ഷകർ നമ്മുടെ ചാനൽ കണ്ടെത്തി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ കയറി കാണാൻ ശ്രമിക്കുക. കാരണം യൂട്യൂബ് നിങ്ങളിലേക്ക് അത് എത്തിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കുറച്ചു പേർക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ ഒക്കെ പോകാൻ സാധ്യതയുള്ളൂ. ഇനി നമുക്ക് അതിന്റെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഉക്രൈൻ മാരകമായ ആക്രമണമാണ് റഷ്യയുടെ നടത്തിയത്. അവരുടെ റിഫൈനറീസിനാണ് അവരടിച്ചത്. കാരണം അവരുടെ കഞ്ഞി പാറ്റയിടുക എന്ന് പറഞ്ഞാൽ ആ കഞ്ഞി പാത്രത്തിലാണ് അടിച്ചത്.
എന്തുകൊണ്ടാണ് അവര് റഷ്യയുടെ നിന്ന് ഗ്യാസോലിൻ അഥവാ പെട്രോൾ വാങ്ങേണ്ട, ഇന്ത്യയുടെ നിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് റഷ്യ എത്തിയതെന്ന് ചോദിച്ചാൽ, റഷ്യയുടെ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ അതിനെ പെട്രോളാക്കി മാറ്റാനായിട്ടുള്ള റിഫൈനറികളില്ല. അവിടെ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് വളരെ വില താത്ത $5 താത്ത, വിപണി വിലയുടെ $5 താത്ത ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് ക്രൂഡ് ഓയിൽ തരികയാണ്. നമ്മളത് ശുദ്ധീകരിച്ച് അവർക്ക് കൊടുക്കുക ഇപ്പൊ ചെയ്യുന്നത്. കാരണം അവരുടെ റിഫൈനറീസിനെല്ലാം അടിച്ചിരിക്കുന്നത്, 25% റിഫൈനറീസ് പ്രവർത്തിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമുക്കത് കൊടുക്കേണ്ടി വന്നത്. അതല്ലാതെ അവിടെ ഇത് ഉത്പാദിപ്പിക്കുന്നുണ്ട്, അവിടെ ക്രൂഡ് ഓയിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്, അത് അവർക്ക് ഇത് ചെയ്ത് എടുക്കാനുള്ള റിഫൈനറികൾ അടിച്ചത് കൊണ്ടാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ബുധനാഴ്ച രാത്രി പുലർച്ചെ 1:55 റഷ്യ അടി തുടങ്ങുന്നത്. ഈ ഉക്രൈന് നേർക്കുള്ള ആക്രമണം നടക്കും. അവിടെ തുടങ്ങിയ അടി ഇന്നലെയും അവർ തുടർന്നു എന്നുള്ളതാണ്. ഉക്രൈന്റെ ഔദ്യോഗിക വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ 27 പേര് ഇതുവരെ മരിച്ചിട്ടുണ്ട്, 91 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 130 കേന്ദ്രങ്ങൾ, അതിൽ 64 നിലയുള്ള ജനവാസ കേന്ദ്രങ്ങൾ അടക്കം കൈവിലുള്ള ഒട്ടുമിക്ക റെസിഡൻഷ്യൽ ഏരിയയിൽ അടി നടന്നിട്ടുണ്ട്. 130 കെട്ടിടങ്ങളാണ് തകർത്തിരിക്കുന്നത്. ഇതിനകത്ത് ഉക്രൈൻ പറയുന്നത് 74 ബാലിസ്റ്റിക് മിസൈലുകൾ, 496 ഡ്രോണുകൾ, അത് അവർ സ്ഥിരീകരിച്ചിരിക്കുന്ന കാര്യമാണ്. ഇത്രയും റഷ്യ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയും. ഇതിനകത്ത് ഈ ഉക്രൈൻ പറയുന്നത്, ഉക്രൈന്റെ സെലൻസ്കി നെതർലാൻഡിലേക്ക് ഒരു സന്ദർശനം നടത്താനായിട്ട് പോവുകയാണ്. അതൊക്കെ വെട്ടിച്ചുരുക്കി പുള്ളി ഇതാക്കി. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറയുകയും ചെയ്തു. വെട്ടിച്ചുരുക്കി തിരിച്ചു വന്നു പുള്ളി പറഞ്ഞത് പേട്രിയറ്റ് മിസൈലിന്റെ അഭാവമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പേട്രിയറ്റ് മിസൈല് മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക കുറച്ചധികം കയറ്റി വിട്ടിട്ടുണ്ടാകണം ഈ ഇറാൻ വാറിന്. കാരണം അവിടുന്ന് അത് ഇനി വലിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പൊ അതിന്റെ ഒരു അഭാവമാണ് ഞങ്ങൾക്കിപ്പോ ഇത് വന്നിരിക്കുന്നത് എന്നാണ് ഈ സെലൻസ്കി പറയുന്നത്. റഷ്യയുടെ അതിമാരകമായ അടി, ധനുഷ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇത്രയും നാള് റഷ്യ ഇതുപോലൊരു അടി അടിച്ചിട്ടില്ല. കാരണം അതിന് ഒരുപാട് വൈകാരികമായ കാര്യങ്ങളുണ്ട് റഷ്യ ഈ ഉക്രൈനിൽ ആക്രമണം നടത്താത്തതിന്. പിന്നെ റഷ്യയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ പ്രദേശങ്ങൾ, റഷ്യ ലക്ഷ്യം വെക്കുന്ന പ്രദേശങ്ങൾ തകരാതെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. കാരണം തകർന്നു കഴിഞ്ഞിട്ട് റഷ്യക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ ഒരു സാഹചര്യം കൂടെ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇതിനിടയിലാണ് പോളണ്ട് അവരുടെ വ്യോമസേനയ്ക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, ജാഗ്രതയായിട്ടിരിക്കുക, ഏത് നിമിഷവും അതിർത്തി കടന്ന് മിസൈലുകളോ ഡ്രോണുകളോ വരാം, അബദ്ധത്തിൽ പോലും പറഞ്ഞ ഇവിടെ വീഴരുത് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നാറ്റോ രാജ്യങ്ങളും കനത്ത ജാഗ്രതയിലാണ്. അവിടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. അവരുടെ ഒരു അഡ്മിറൽ കസാവോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഷിപ്പ്, വാർഷിപ്പ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ കപ്പൽ, പടക്കപ്പൽ റഷ്യ നീറ്റിലിറക്കിയിരിക്കുന്നത്. അത് റഷ്യ രണ്ടും കൽപ്പിച്ച് കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. റഷ്യയെ സംബന്ധിച്ച് ഇനി ഒരു ജീവൻ മരണ പോരാട്ടം. നവംബറിൽ വീണ്ടും റഷ്യ തെരഞ്ഞെടുപ്പ് നടക്കുക. പുടിൻ വീണ്ടും വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പ് നവംബർ നടക്കുകയാണ്. മറ്റിടത്ത് ട്രംപിനാണെങ്കിലും അവിടെയും നവംബറിലാണ് അവിടുത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ മെയിൻ തെരഞ്ഞെടുപ്പ് നടക്കും. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നിൽക്കുന്നു. റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഇപ്പോ വേനൽക്കാലമാണ്. ആ വേനൽക്കാലത്ത് അവർക്ക് ഒരുപാട് ഊർജ്ജം ആവശ്യമാണ്. അതുകൊണ്ടാണ് കിട്ടാവുന്ന ബെലാറഷ്യ എന്നൊക്കെ അവർ ഒരുപാട് ഈ പെട്രോൾ അവർ വാങ്ങുന്നുണ്ട്. എല്ലായിടത്തും വാങ്ങുന്നുണ്ട് അവര്. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഈ സമയത്ത്. കാരണം ഏറ്റവും കൂടുതൽ വൈദ്യുതി കൺസപ്ഷൻ ഉള്ള 1,11,000 ബാരൽ പെർ ഡേ വേണ്ട ഒരു സമയം കൂടിയാണിത്. ഇതിനിടയിൽ ഒരു വലിയ റിപ്പോർട്ട് BBC പുറത്തുവിട്ടിട്ടുണ്ട്. 2022 യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേ വരെ 2026 വരെ 2 ദശലക്ഷം പേരാണ് റഷ്യയിലും ഉക്രൈനും കൊല്ലപ്പെട്ടിരിക്കുന്നത്. റഷ്യൻസ് ആണ് കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് ആ വാർത്ത വരുന്നത്. 2 ദശലക്ഷം എന്ന് പറയുമ്പോൾ ഇത് ഒഫീഷ്യൽ അല്ല, ഒഫീഷ്യൽ കണക്കല്ല. ആ ഒരു 2 ദശലക്ഷം 20 ലക്ഷം പേര് മരിച്ചു ഈ 4 വർഷം കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, യുദ്ധം എത്രത്തോളം നാശം വിതയ്ക്കുന്നുണ്ടെന്നുള്ളത്. ആളുകൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയ കാര്യമുണ്ട്. എത്ര കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടാകും, എത്ര കുട്ടികൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എത്ര സ്ഥാപനങ്ങളും മറ്റും നഷ്ടപ്പെട്ട് പലരും വഴിയാധാരമായിട്ടുണ്ട്. ഒരു യുദ്ധം വരുത്തി വെക്കുന്ന വിനകളാണ് ഇതൊക്കെ. ഇവിടെയാണ് റഷ്യയുടെ ഇത് വീണ്ടും കടുക്കുമെന്നാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ കണക്കൂട്ടുന്നത്, യൂറോപ്യൻ രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവരിൽ ചില രാജ്യങ്ങൾ പറയുന്നു കൂടുതൽ ആയുധങ്ങൾ ഉക്രൈനിലേക്ക് എത്തിക്കണം എന്ന്. ചില രാജ്യങ്ങൾ പറഞ്ഞാൽ അത് അപകടകരമാണ് അങ്ങനെ എത്തിക്കുന്നത്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും അടി വാങ്ങേണ്ടി വരും. കാരണം പുടിൻ അങ്ങോട്ടേക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളും ഇതിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം വേറെ എന്തെങ്കിലും ഒരു മാർഗം നോക്കുക എന്ന് പറഞ്ഞു. ട്രംപ് ആണെങ്കിൽ ഈ ഒരു വിഷയം തന്നെ എടുത്തിട്ട് അത് എവിടെ അവസാനിപ്പിക്കണം എന്നറിയാതെ പുള്ളി നിൽക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഇതിനകത്തൂടെ വന്ന് തലയിടുന്നതിനകത്ത് പുള്ളിക്ക് വലിയ താല്പര്യം നിലവിലില്ല. കാരണം നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇറാനില് അമേരിക്കയ്ക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു നഷ്ടം സഹിച്ചുകൊണ്ട് വീണ്ടും പുള്ളി ഇവിടേക്ക് വരുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യമാണ്. ഇതിനകത്ത് സെലൻസ്കിയോട് ട്രംപിന് വ്യക്തിപരമായി തന്നെ അല്പം അകൽച്ചയുമുണ്ട്. കാരണം പലപ്പോഴും ഇതിനെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി അദ്ദേഹം ഇതിനെ പരുവത്തിൽ ഒന്ന് കോംപ്രമൈസ് ആക്കാൻ നോക്കിയപ്പോഴൊക്കെ ഈ സെലൻസ്കി ചില ഉടക്കുകളും ന്യായങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു കലിപ്പ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ എങ്കിലും 5000-ഓളം സൈനികരെ അമേരിക്ക അയക്കുകയുണ്ടായി സെലൻസ്കിക്ക് വേണ്ടിയിട്ട്. കാരണം ബൈഡൻ മുമ്പ് വെച്ചു കൊടുത്ത ആപ്പാണല്ലോ സെലൻസ്കിയെ കൊണ്ട് ഈ കുഴി കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. അപ്പൊ അമേരിക്കക്ക് അതിൽ നിന്ന് എങ്ങനെ നോക്കിയാലും സാങ്കേതികപരമായി അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. കാരണം നമ്മൾ കൊണ്ട് ഈ പിരികേറ്റി വിട്ടുകൊടുത്ത സാധനമാണ്. ഇനി അത് ഊരിയെടുക്കുക ഇച്ചിരി പ്രയാസകരമായ കാര്യമാണ്.
ഏതായാലും റഷ്യ അവരുടെ ഒരു വലിയ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ മധ്യേഷ്യ കഴിഞ്ഞിരിക്കുന്നു, പശ്ചിമേഷ്യയിലെ സംഘർഷം ഒന്ന് ശമിച്ചപ്പോൾ പടിഞ്ഞാറോട്ടത് വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്.